അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആദ്യത്തെ പരീക്ഷ അഖീദയാണ്. അഖീദ 10 പാഠം മുഴുവനും നമുക്ക് പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഈ 10 പാഠം ഒരുമിച്ചുള്ള അതിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പാഠം മുഴുവനായി വായിക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിർബന്ധമായും കാണാതെ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ പഠിച്ച ഉത്തരങ്ങൾ കാണാതെ എഴുതാൻ കിട്ടുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ നോക്കണം. രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എഴുതാനാണ് ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉത്തരങ്ങൾ അവർ പെട്ടെന്ന് കാണാതെ പഠിക്കും, പക്ഷെ എഴുതുമ്പോൾ തെറ്റുപറ്റും. അതുകൊണ്ട് അവരുടെ മാർക്ക് കുറയും. അതുകൊണ്ട് എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കുന്ന ഉത്തരം നിങ്ങൾ കാണാതെ എഴുതി പഠിക്കണം. എന്നിട്ട് തെറ്റുണ്ടോ നോക്കുക. തെറ്റുണ്ടെങ്കിൽ വീണ്ടും ശരിയാക്കി എഴുതുക. അത് എല്ലാ ചോദ്യത്തിനും നിങ്ങൾ പഠിക്കണം. ഏറ്റവും പ്രധാനം നിങ്ങളുടെ എഴുത്ത് തന്നെയാണ്. അൽഹംദുലില്ലാ, കാണാതെ പഠിക്കാൻ രണ്ടാം ക്ലാസ്സുകാർ ഉഷാറാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്നാമത്തെ പാഠം നോക്കുക. അൽ ഇസ്ലാം. മനുഷ്യർക്ക് നൽകിയ മതമാണ് ഡാഷ്. ഒന്നാമത്തെ ചോദ്യം അതാണ്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഡാഷ്. ഏതാണ്? ഇസ്ലാം. ഇനി ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ആരാണ് മുസ്ലിങ്ങൾ? ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ. നോക്കൂ, നിങ്ങൾ ഇവിടെ സ്വീകരിച്ചവരാണ് എങ്ങനെ എഴുതുക? ആദ്യം സ് വേണം, പിന്നെ വി വേണം, പിന്നെ ഒരു യാ വേണം, ക. സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ. അതുപോലെ ഈ പാഠത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, മക്കയിൽ പോയി ഡാഷ്. എന്താണ്? മക്കയിൽ പോയി ഹജ്ജ് ചെയ്യും. മക്കയിൽ പോയി ഹജ്ജ് ചെയ്യും. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അൽ ഈമാൻ. അൽ ഈമാൻ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് ഡാഷ്. എന്താണ്? മുഅ്മിനുകൾ. എങ്ങനെ മുഅ്മിനുകൾ എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു ചോദ്യം, ആരാണ് മുഅ്മിനുകൾ? അപ്പൊ ഇത് മുഴുവൻ എഴുതണം. ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. പ്രത്യേകം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. കാര്യങ്ങൾ, വിശ്വസിച്ചവർ, ഇതൊക്കെ തെറ്റുന്ന സ്ഥലങ്ങളാണ്. അടുത്തത്, അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ ഡാഷ് ആകുന്നു. എന്താകുന്നു? 6 ആകുന്നു. എന്താ ഉത്തരം? 6 ആകുന്നു. ഈമാൻ കാര്യങ്ങൾ എന്നാൽ എന്ത്? അതാണ് അടുത്ത ചോദ്യം. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ 6 ആകുന്നു. അവക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഈമാൻ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക, അല്ലേ, മുർസലുകൾ വിശ്വസിക്കുക, നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് മിനിമം നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 2 എണ്ണം നിങ്ങൾ കാണാതെ എഴുതാൻ പഠിക്കണം. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഈമാൻ കാര്യം ഇസ്ലാം കാര്യം തന്നാൽ ഏതാണ് ഈമാൻ കാര്യം, ഏതാണ് ഇസ്ലാം കാര്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം പരീക്ഷയ്ക്ക് ഈമാൻ കാര്യം ഇസ്ലാം കാര്യം രണ്ടും കൂടി നിങ്ങൾക്ക് കൂട്ടിയിട്ട് തരും. എന്നിട്ട് ഈമാൻ കാര്യം വേറെയും ഇസ്ലാം കാര്യം വേറെയും എഴുതാനുണ്ടാകും. ഇപ്പൊ ഇസ്ലാം കാര്യത്തിന് നമുക്ക് പാട്ടറിയാം. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫറളാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കലിമ ഷഹാദത്ത് 1. അങ്ങനെ ഇസ്ലാം കാര്യം നമുക്ക് കാണാതെ കിട്ടും. അപ്പോൾ ഈമാൻ കാര്യം അതുപോലെ നമ്മൾ കാണാതെ പഠിക്കണം. എന്നിട്ട് രണ്ടും കൂടി നിങ്ങൾക്ക് തന്നാൽ ഏതാണ് ഈമാൻ കാര്യം, ഏതാണ് ഇസ്ലാം കാര്യം നിങ്ങൾ തരംതിരിക്കണം. അപ്പോൾ ഈ 6 എണ്ണം നിങ്ങൾ പഠിക്കണം. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ്? അള്ളാഹു. ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആരാധനയ്ക്ക് ഡാഷ്. എന്താ? അർഹൻ. അർഹൻ അള്ളാഹു മാത്രമാണ്. അപ്പൊ ഇത് കാണാതെ പഠിക്കുക. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്. പിന്നെ അവനെയല്ലാതെ യാതൊന്നിനെയും ആരാധിക്കാൻ ഡാഷ്. പാടുള്ളതല്ല. പാടുള്ളതല്ല. അതുപോലെ ഈ പാഠത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അത് നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇത് കാണാതെ പഠിക്കുക. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. അൽഹംദുലില്ലാ. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അൽഹംദുലില്ലാ എന്നതിൻ്റെ അർത്ഥം എന്ത്? എന്താണ്? എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനെ എഴുതുക? സ്തുതി. സ്തുതിയും അള്ളാഹുവിനാണ്. അപ്പൊ നിങ്ങളത് നല്ലോണം കാണാതെ പഠിക്കുക, എഴുതാനും പഠിക്കുക. അതുപോലെ ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, എന്ത് ഗുണം ലഭിച്ചാലും ഡാഷ് പറയണം. എന്താണ് പറയേണ്ടത്? എന്ത് ഗുണം ലഭിച്ചാലും അൽഹംദുലില്ലാ. ഈ അൽഹംദുലില്ലാ എന്ന് എഴുതുമ്പോൾ ചില കുട്ടികൾ ഈ ദൂലേക്ക് ലാമിനെ ചേർത്തിയിട്ട് മുട്ടിച്ചിട്ട് എഴുതും. അപ്പം അത് തെറ്റാണ്, നിങ്ങൾക്ക് മാർക്ക് പോകും. അൽഹംദു വേറെ, ലില്ലാഹി വേറെ. അൽഹംദുലില്ലാ എന്ന് പറയണം. അടുത്തത്,
വെള്ളമില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് ഈ പാഠത്തിലെ ചോദ്യമാണ്. വെള്ളമില്ലെങ്കിൽ ഭൂമിയിൽ ജീവികളും കൃഷിയും ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ശ്രദ്ധിക്കണം, ജീവി ഇവിടെ കൃഷി എഴുതുമ്പോൾ കൃഷി ഉണ്ടാവില്ല എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഉണ്ട. പിന്നെ വെള്ളം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മഴ ലഭിച്ചിട്ടാണ്. ലഭി ശ്രദ്ധിക്കുക, ലഭിച്ചിട്ടാണ്. അതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അൽ മലായിക്കത്തു. ഈ പാഠത്തിൽ മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ട്? പ്രകാശത്താൽ. അതാണ് പഠിക്കാനുള്ളത്. പ്രകാശത്താൽ എഴുതുന്നത് എങ്ങനെ പഠിക്കാം. അടുത്തത്, അവർ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെട്ടു ഡാഷ് കൊണ്ടിരിക്കുകയാണ്. ഇനി മലക്കുകളെ പറ്റി നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം? മലക്കുകളുടെ പറ്റി നമുക്ക് കുറേ സംഗതികൾ തരും. എന്നിട്ട് ഇത് മലക്കുകളെ പറ്റിയാണോ നബിനെ പറ്റിയാണോ നബിമാരെ പറ്റിയാണോ എന്ന് നമ്മളോട് തരംതിരിക്കാൻ വരും. അപ്പം മലക്കുകൾക്ക് എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകത പഠിച്ചത്? അവർ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അവർക്ക് തീറ്റയും കുടിയുമില്ല. എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉറക്കവും ക്ഷീണവുമില്ല. സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ അവരുടെ മലക്കുകളുടെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ പഠിക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത പാഠത്തിൽ നബിമാരുടെ പ്രത്യേകതയും പറയുന്നുണ്ട്. കുറച്ചപ്പുറം അടുത്ത പാഠത്തിൽ അതും കഴിയാം. ഇതാ അർ-റുസുൽ, ഇതിൽ നബിമാരെ പ്രത്യേകതയും പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രത്യേകത കൂടി നിങ്ങൾക്ക് എന്താകും ഒരുമിച്ച് കൂട്ടിയിട്ട് തന്നിട്ട് ഏതാണ് മലക്കളുടെ പ്രത്യേകത, ഏതാണ് നബിൻ്റെ പ്രത്യേകത വേർതിരിക്കാനുണ്ടാകും. അതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കുക. മലക്കളുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, അത് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. അപ്പോൾ അതല്ലാത്തത് നബിമാരെ പ്രത്യേകത മനസ്സിലാക്കിയാൽ മതി. ഇനി അവരുടെ എണ്ണം ഡാഷ് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, അത് പഠിക്കുക. ഇനി അടുത്തത്, ഇവിടെ പാട്ടൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. മറ്റേ ഈമാൻ കാര്യത്തിലും അവിടെയും പാട്ട് പഠിക്കാനുണ്ട്. ഞാനത് പ്രധാനമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ വരാം. പക്ഷേ കൊല്ലപരീക്ഷകൾ കഴിഞ്ഞ ചോദ്യപേപ്പറിലൊന്നും ഇത് കാണുന്നില്ല. അരക്കൊല്ല പരീക്ഷയ്ക്ക് വന്നിരുന്നു. ഏതായാലും ഇവിടെ 5 മലക്കിൻ്റെ പേര് നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. ഏറ്റവും ചുരുങ്ങിയത് 5 മലക്കിൻ്റെ പേര്: ജിബിരിൽ അലൈഹിസ്സലാം, മീകായിൽ, ഇസ്രാഫിൽ അലൈഹിസ്സലാം, മുങ്കർ മീകായിൽ, അസ്രായിൽ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 മലക്കിൻ്റെ പേര് നിങ്ങൾ പഠിക്കുക. എളുപ്പമുള്ള പഠിച്ചാൽ മതി, ചെറുത് പഠിച്ചാൽ മതി. മുങ്കർ നക്കീർ അലൈഹിസ്സലാം, അപ്പോൾ മുങ്കർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, റഖീബ് അതീദ് അലൈഹിസ്സലാം, അപ്പോൾ തന്നെ 4 ആയില്ലേ. അങ്ങനെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എളുപ്പമുള്ള രൂപത്തിൽ പഠിച്ചാൽ മതി. തഫ്സീർ അശ്രി മിൻഹുമു ജിബിരിയിലൊക്കെ കൊല്ല പരീക്ഷയ്ക്ക് വന്നിട്ടില്ല, പക്ഷേ അരക്കൊല്ല പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും പഠിച്ചു ഓർത്തു വെക്കുക. അടുത്ത അൽ കുത്തുബു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ജീവികളിൽ ഉത്കൃഷ്ടരാണ് ഡാഷ്. എത്ര പ്രാവശ്യം വന്നിട്ടുള്ളത് അറിയോ? ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ജീവികളിൽ ഉത്കൃഷ്ടനാര്? മനുഷ്യർ. ഇനി ഇങ്ങനെയും വരും, എന്താണ്? മനുഷ്യർ ജീവികളിൽ ഡാഷ് ഉത്കൃഷ്ടരാണ്. ഇത് പൂരിപ്പിക്കാൻ വരും, ഉത്കൃഷ്ടരാണ്. പിന്നെ എന്താണ് കിതാബുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം പഠിച്ച അള്ളാഹു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അവ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കിതാബുകൾ. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കിതാബുകളുടെ എണ്ണം എത്രയാണ്? 4. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നിട്ട് 4 ഡാഷ് 4 കിതാബുകൾ, അല്ലെങ്കിൽ കിതാബുകൾ ഡാഷ് 4. അത് രണ്ടും പഠിക്കുക. ഇനി ഇതെല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ടാവും, അരക്കൊല്ല പരീക്ഷയ്ക്കൊക്കെ പഠിച്ചതാണ് അല്ലേ. എന്നാലും ഒന്നുകൂടി ഓർത്തു വെക്കുക. തൗറാത്ത് മൂസ അലൈഹിസ്സലാം, സബൂർ ദാവൂദ് അലൈഹിസ്സലാം, ഇഞ്ചീൽ ഈസ അലൈഹിസ്സലാം, ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഏതെങ്കിലും 4 കിതാബിന്റെ പേരെഴുതുക എന്ന് ചോദ്യം വരാം, അല്ലെങ്കിൽ 2 കിതാബിന്റെ പേരെഴുതുക, അങ്ങനെയും ചോദ്യം വരാം. അപ്പം നിങ്ങൾ തൗറാത്ത്, സബൂർ 2 കിതാബിന്റെ പേരെഴുതിയാൽ മതി. ഇനി ഈസാ നബി അലൈഹിസ്സലാമിന്റെ കിതാബ് ഏത്? അപ്പൊ ഇഞ്ചീൽ അങ്ങനെ എഴുതണം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കിതാബ് ഏത്? തൗറാത്ത്. അങ്ങനെയും ചോദ്യം വരും. ഇനി ചോദ്യം ഇങ്ങനെ വരും, തൗറാത്ത് ലഭിച്ച നബി ഏത്? അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം. ഇഞ്ചീൽ ലഭിച്ച നബി ഏത്? അപ്പൊ ഈസാ അലൈഹിസ്സലാം. അങ്ങനെയും പറയണം, അങ്ങനെയും പഠിക്കണം. അടുത്തത്, ഖുർആൻ ഷരീഫാണ് നമ്മുടെ ഡാഷ് കിതാബ്. ഖുർആൻ ഷരീഫാണ് നമ്മുടെ ഡാഷ് കിതാബ്. വുളു ഇല്ലാതെ അത് തുടരുത്. ഏത്? ഖുർആൻ അല്ലെ, ഖുർആൻ ഷരീഫ്. പിന്നെ ഇവിടെ പാട്ടുണ്ട് അർബഅത്തുൻ കുതുബും, അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്, അർ-റുസുലു എന്ന പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആരാണ് അംബിയ മുർസലുകൾ? അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും വേണ്ടി അള്ളാഹു മനുഷ്യരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു. അവരാണ് അംബിയ മുർസലുകൾ. അപ്പോൾ അത് കാണാതെ പഠിക്കുക, ആരാണ് അംബിയ മുർസലുകൾ. ഇനി അംബിയ മുർസലുകളുടെ പ്രത്യേകത ഏതൊക്കെയാണ്? അവരൊരു തെറ്റും ചെയ്യില്ല, അവർ സത്യം മാത്രമേ പറയൂ, ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹു കൽപ്പിച്ചതെല്ലാം അവർ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. 3 പോയിന്റ് പഠിക്കുക. അവർ ഒരു തെറ്റും ചെയ്യില്ല, അവർ സത്യം മാത്രമേ പറയൂ, ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹു കൽപ്പിച്ചതെല്ലാം അവരറിയിച്ചു കൊടുത്തിട്ടുണ്ട്.
പിന്നെ വേറെന്തൊക്കെ പ്രത്യേകത? നല്ല ബുദ്ധിശക്തിയുള്ളവർ പരമവിശ്വസ്തരുമാണവർ. നല്ല ബുദ്ധിശക്തിയുള്ളവരും പരമവിശ്വസ്തരും. അപ്പോൾ മൊത്തം 5 പോയിന്റാണ് പഠിക്കാനുള്ളത്. നല്ല ബുദ്ധിശക്തിയുള്ളവരും പരമവിശ്വസ്തരുമാണവർ. ഞാൻ നേരത്തെ പറഞ്ഞു മലക്കുകളുടെ പ്രത്യേകതയും നബിമാരുടെ പ്രത്യേകതയും ഒരുമിച്ച് തന്നിട്ട് ഏതാണ് മലക്കിന്റെ പ്രത്യേകത, ഏതാണ് നബിമാരുടെ പ്രത്യേകത എന്ന് വേർതിരിക്കാൻ ചോദ്യമുണ്ടാകും. അത് ശ്രദ്ധിക്കുക. അടുത്തത്, ആദ്യ മനുഷ്യനാണ് ഡാഷ്. ആരാ? ആദം അലൈഹിസ്സലാം. ഇനി ചോദ്യം, ആദം അലൈഹിസ്സലാം ആദ്യ ഡാഷ് എന്താണ്? മനുഷ്യനാണ്. അല്ലെ ആദം അലൈഹിസ്സലാം ഡാഷ് ആദ്യ മനുഷ്യനാണ്. ഇനി വേറെ ചോദ്യം, ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാമാണ് ഡാഷ് ആദ്യത്തെ നബി. ആദ്യത്തെ നബി, അങ്ങനെയും ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ അവസാനത്തെ നബി ആരാണ്? നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവസാനത്തെ നബി ആരാണ്? നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവർക്കിടയിൽ ധാരാളം ഡാഷ് നബിമാർ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അടുത്ത പാഠം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പാഠമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം കൊല്ലപരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന പാഠം ഈ പാഠമാണ്. ഉറപ്പിച്ചോളൂ, നിങ്ങൾ എല്ലാ ചോദ്യപേപ്പറിലും ഈ പാഠത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് നല്ലോണം പഠിക്കുക. ഒന്നാമത്തെ പഠിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എവിടെയാണ്? എല്ലാവർക്കും അറിയാം, മക്കയിലാണ്. നബിയുടെ ഗോത്രം ഖുറൈശ്, നബിയുടെ വംശം ഹാഷിമി. ഇതൊക്കെ എഴുതാൻ പഠിക്കണം നിങ്ങൾ. ഉപ്പാന്റെ പേര് അബ്ദുള്ള, ഉമ്മാന്റെ പേര് ആമിന ബീവി. ചോദ്യതാണ്, ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഡാഷ് എന്താ? പിതാവ് മരണപ്പെട്ടിരുന്നു. കാണാതെ പഠിക്കുക, പിതാവ് മരണപ്പെട്ടിരുന്നു. അടുത്ത ചോദ്യം, 6 വയസ്സായപ്പോൾ ഡാഷ് മാതാവ് മരിച്ചു. മാതാവ് മരിച്ചു. ഇനി തിരിച്ചു ചോദ്യം, മാതാവ് മരിച്ചു എപ്പോൾ? 6 വയസ്സായപ്പോൾ. തിരിച്ചും മറിച്ചും ചോദ്യം വരും. അടുത്തത്, 40 വയസ്സ് പൂർത്തിയായപ്പോൾ ഡാഷ് എന്താ? നബിയായി. അപ്പൊ ചോദ്യം, നബിയായി എപ്പോൾ? 40 വയസ്സ് പൂർത്തിയായപ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുക. അടുത്ത്, 53 വയസ്സായപ്പോൾ ഡാഷ് മദീനയിലേക്ക് ഹിജറ പോയി. അടുത്ത ചോദ്യം, മദീനയിലേക്ക് ഹിജറ പോയി എപ്പോൾ? 53 വയസ്സായപ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കണം. അടുത്ത, 63 വയസ്സായപ്പോൾ ഡാഷ് വഫാത്തായി. അടുത്തത്, നബി വഫാത്തായി എപ്പോൾ? 63 വയസ്സായപ്പോൾ. അടുത്തത്, നബി തങ്ങളെ മറവ് ചെയ്തത് എവിടെ? പ്രിയ ഭാര്യ ആയിഷ ബീവി താമസിച്ചിരുന്ന വീട്ടിൽ കബറടക്കി. ചോദ്യം, പ്രിയ ഭാര്യ ഡാഷ് ആരാണ്? ആയിഷ ബീവി താമസിച്ചിരുന്ന വീട്. അടുത്ത ചോദ്യം, ആയിഷ ബീവി ഡാഷ് പ്രിയ ഭാര്യ. ഇങ്ങനെയൊക്കെ ചോദ്യം വരും. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന പാഠാണിത്. അടുത്തത്, എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട ഡാഷ് നബിയാണ്. പിന്നെ എല്ലാ സൃഷ്ടികൾക്കും അയക്കപ്പെട്ട നബിയാണ് ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അടുത്ത ചോദ്യം, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു. ചില കുട്ടികൾ മനുഷ്യർ എഴുതും, ഉത്തരം തെറ്റാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവികളിൽ ഉത്കൃഷ്ടരാരാണെന്ന് ചോദിച്ചാൽ മനുഷ്യർ എന്ന് പറയാം. പക്ഷേ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഉത്തരം. അതാണ് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒരുപാട് ചോദ്യം വരുന്ന പാഠാണിത്. നമ്മൾ അടുത്ത പാഠം പറയാം, അൽ യൗമുൽ ആഖിർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ പഠിച്ചിട്ട് പോകണം. ഒന്നാമത്തെ ചോദ്യം, ഖിയാമത്ത് നാൾ എന്ന് പറയുന്നു എന്തിന്? ഈ ലോകം നശിക്കുന്ന നാളിന് ഖിയാമത്ത് നാൾ എന്ന് പറയുന്നു. ഖിയാമത്ത് നാൾ എങ്ങനെ എഴുതുക എന്ന് പഠിക്കുക. പിന്നെ ഈ ലോകം നശിക്കുന്ന നാളിന് ഡാഷ് എന്താ? ഖിയാമത്ത് നാൾ. താ ഇങ്ങനത്തെ താ ആണ്. ഏത് താ അല്ല? സാധാരണ ബാത്ത അല്ല. അത് ശ്രദ്ധിക്കാം. പിന്നെ ഡാഷ് മലക്കാണ് സൂറിൽ ഊതുക. ഏതാ മലക്ക്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇസ്രാഫീൽ എന്ന മലക്ക് സൂറിൽ ഒന്നാമത് ഊതുമ്പോഴാണ് ഈ ലോകം ഡാഷ് നശിക്കുക. അടുത്ത ചോദ്യം, രണ്ടാമത് ഊതുമ്പോൾ മരിച്ചവരെല്ലാം ജീവിച്ചു ഡാഷ് എഴുന്നേൽക്കും. പിന്നെ അവരെല്ലാം അള്ളാഹു ഡാഷ് എന്താ? വിചാരണക്കായി ഡാഷ് മഹ്ശറിൽ ഡാഷ് ഒരുമിച്ചു കൂട്ടും. അപ്പൊ ഇവിടെ കുറെ ചോദ്യങ്ങളുണ്ട്. വിചാരണക്കായി മഹ്ശറിൽ ഡാഷ് എന്താ? ഒരുമിച്ചു കൂട്ടും. അടുത്ത്, മഹ്ശറിൽ ഒരുമിച്ചു കൂട്ടും എന്തിന്? വിചാരണക്കായി. എന്നാണ് എഴുതുക, വിചാരണക്കായി. അടുത്തത്, ആരെയാണ് സ്വർഗത്തിൽ താമസിപ്പിക്കുക? ആരെയാണ്? സജ്ജനങ്ങളെ അള്ളാഹു സർവ്വസുഖങ്ങളുമുള്ള സ്വർഗത്തിൽ താമസിപ്പിക്കും. വേറൊരു ചോദ്യം, സജ്ജനങ്ങളെ ഡാഷ് എന്താ? സ്വർഗത്തിൽ സർവ്വസുഖങ്ങളുമുള്ള സ്വർഗത്തിൽ താമസിപ്പിക്കും. തിരിച്ചും മറിച്ചും വരും. അടുത്തത്, ആരെയാണ് നരകത്തിലിടുക? അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ദുർജനങ്ങളെ കത്തിജ്വലിക്കുന്ന നരകത്തിലിടും. നരകത്തിലിടുന്ന ആരെയാണ്? ദുർജനങ്ങളെ. അടുത്ത ചോദ്യം,
അള്ളാഹുൽ വിശ്വസിക്കാത്ത ദുർജനങ്ങളെ ഡാഷ് അവൻ കത്തിജ്വലിക്കുന്ന നരകത്തിലിടും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പഠിക്കണം. ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആ പാഠത്തുനിന്നുണ്ട്. അടുത്ത നമുക്ക് ലാസ്റ്റ് പാഠം ഇൻഷാ അള്ളാഹ്. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് പറയണം, എന്താ പറയേണ്ടത്? ഇൻഷാ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് എഴുതുമ്പോൾ ചില കുട്ടികൾ ഈ ഇന്നും ഷായും മുട്ടിച്ചിട്ട് ചേർത്തിട്ട് എഴുതും. അങ്ങനെ എഴുതിയാൽ മാർക്ക് പോകും. കാരണം ഇന്ന് വേറെ ഷാ വേറെയാണ്. നാളെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്ത് പറയണം? ഇൻഷാ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. അത് എഴുതാനും പഠിക്കുക. അടുത്തത് എന്താണ് ഖദറിന് പറയുന്ന മറ്റൊരു പേരെന്ത്? ഖലാ ഖലാ ഖലാ. ഇനി തിരിച്ചു ചോദിക്കും, ഖലാഇന് പറയുന്ന മറ്റൊരു പേരെന്ത്? ഖദർ ഖദർ ഖദർ. അടുത്തത് നല്ലതും ചീത്തയുമായ എല്ലാം ഉണ്ടാവുന്നത് അവന്റെ ഡാഷ് ഡാഷ് ഡാഷ്. എന്താ? വിധി അനുസരിച്ചാണ്. വിധി അനുസരിച്ചാണ്. പിന്നെ എന്തിനാണ് ഖദർ ഖലാ എന്ന് പറയുന്നത്? നല്ലതും ചീത്തയുമായ എല്ലാം ഉണ്ടാവുന്നത് അവന്റെ വിധി അനുസരിച്ചാണ്. പിന്നെ അതിനാണ് ഖദർ ഖലാ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ നല്ലത് അവൻ ഇഷ്ടപ്പെടാമെന്നും പഠിക്കണ്ട കേട്ടോ. നല്ലതും ചീത്തയുമായ എല്ലാം ഉണ്ടാവുന്ന അവന്റെ വിധി അനുസരിച്ചാണ്. ഇതിനാണ് ഖദർ ഖലാ എന്ന് പറയുന്നത്. അത്ര പഠിച്ചാൽ മതി ഇൻഷാ അള്ളാഹ്. ഇത് നിങ്ങൾ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, അഖീദയിൽ നിങ്ങൾക്ക് 50-50 മാർക്ക് കിട്ടും. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.